വേടൻ വീണ്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ ഉൾപ്പെടുത്തിയ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കാനുള്ള ശുപാർശ വന്നിരിക്കുകയാണ്. റാപ്പർ വേടന്റെയും ഗൗരി ലക്ഷ്മിയുടെയും പാട്ടുകളാണ് ഒഴിവാക്കുക. ഡോക്ടർ എം ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഈ ശുപാർശ നൽകിയത്. രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെയാണ് വേടന്റെ പാട്ട് പഠിപ്പിക്കാനുള്ള നീക്കമെന്ന് പരാതിക്കാരൻ എ കെ അനുരാജ് പറഞ്ഞു. എത്രയോ മഹത്തായ കലകളുള്ള ഭാരതീയ സംസ്കൃതിയുള്ള എത്രയോ പാട്ടുകളെ നമുക്ക് പരിചയപ്പെടുത്താനുള്ളപ്പോൾ, എത്രയോ സംഗീതത്തെ പരിചയപ്പെടുത്താൻ നമുക്കുള്ളപ്പോൾ എന്തുകൊണ്ട് ധൃതി പിടിച്ച ഈ രീതിയിൽ കിരൺദാസ് മറിയുടെ പാട്ട് തെരഞ്ഞെടുത്തു? അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം, ഇടത് രാഷ്ട്രീയക്കാരെക്കാൾ രാഷ്ട്രീയം കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ അവരോട് ഒരു തരം യജമാന താല്പര്യത്തോടെ, യജമാന ബോധത്തോടെ അവർക്ക് മുന്നിൽ ദാസന്മാരായി നിൽക്കണം എന്ന് വിചാരിക്കുന്ന ഏതാനും അക്കാദമിക രംഗത്തുള്ള വ്യക്തികളുടെ തെറ്റായ തീരുമാനമാണ് ഇത്തരത്തിലൊരു പാട്ട് ഉൾപ്പെടുത്താനുള്ളത് എന്നതാണ്. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. ഗുഡ് ഈവനിംഗ് വി എസ് രഞ്ജിത്ത്. പാഠത്തിൽ ഇപ്പോൾ ഒരു പടയായി മാറുകയാണ്. പരാതി അംഗീകരിക്കുന്നു, അതിന്മേൽ ഒരു അന്വേഷണം നടക്കുന്നു. ആ സമിതിയുടെ കണ്ടെത്തൽ എന്തൊക്കെയാണ്? സുധിയ, ആദ്യമേ പറയട്ടെ, ഡോക്ടർ എം ബഷീറാണ് ഈ പഠനം നടത്തിയിട്ടുള്ളത്. അത് ഏതെങ്കിലും RSSകാരോ അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുന്ന ആളുകളല്ല. ഡോക്ടർ എം ബഷീർ നമുക്കറിയാം, മലയാള സാഹിത്യത്തിൽ അദ്ദേഹം അധ്യാപകനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിരവധി പുസ്തകങ്ങളുണ്ട്. അപ്പോൾ എം ബഷീറാണ് ഇതിൽ പഠനം നടത്തിയത്. എം ബഷീർ നടത്തിയ വിദഗ്ധ പഠനത്തിലാണ് ഇത്തരത്തിൽ ഈ രണ്ട് ഭാഗങ്ങളും സിലബസിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം ഒരിക്കലും വേടന്റെ സാഹിത്യത്തോടോ ഈ പറയുന്ന ഗൗരിയുടെ സംഗീതത്തോടോ ഒന്നുള്ള വെറുപ്പ് കൊണ്ടല്ല. കാരണം അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, MA മലയാളത്തിലാണ് ഇവർ പഠിക്കുന്നത്. MA മലയാളത്തിന്റെ 1ാം വർഷ കുട്ടികൾക്കാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംഗീതങ്ങളുടെ താരതമ്യ പഠനമാണ് നടത്താൻ പറഞ്ഞിരിക്കുന്നത്. MA മലയാള കുട്ടികൾക്ക് എങ്ങനെയാണ് സംഗീതം താരതമ്യം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഈ വേടനെന്നോ ഗൗരി ലക്ഷ്മിയോ എന്നല്ല, അങ്ങനെയുള്ള സമാന്തര സംഗീത ശാഖകൾ, പുതുതലമുറ സംഗീതം, അങ്ങനെയുള്ളതൊന്നും പാഠ്യപദ്ധതിയിലേക്ക് MA മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം സംഗീതമല്ലോ പഠിക്കുന്നത്, മലയാള സാഹിത്യമല്ലേ എന്ന ചോദ്യം ഈ രണ്ടുപേരുടെ കാര്യത്തിൽ മാത്രമല്ല, ഇതുപോലുള്ള ഏത് കൂട്ടിച്ചേർക്കലുകൾക്കും ബാധകമാണ് എന്ന രീതിയിലല്ലേ നമ്മൾ കാണേണ്ടത്. വേടനും ഗൗരി ലക്ഷ്മിയും ചർച്ചയാകുന്നത് അവർ എതിർത്തുന്ന വ്യവസ്ഥയോട് കലഹിച്ചുകൊണ്ട് ഉൾപ്പെടുത്തുന്നു എന്നതുകൊണ്ടുകൂടിയാണ്. തീർച്ചയായിട്ടും വേടന്റെയും ഗൗരി ലക്ഷ്മിയുടെയും പാട്ടുകളോടോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാഹിത്യത്തോടോ അല്ല, അല്ലെങ്കിൽ ആ സാഹിത്യം പഠിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഗൗരി ലക്ഷ്മിയുടെ പാട്ട് മുരുകൻ ശങ്കരംപോറ്റി എഴുതിയ അജിത ഹരി എന്ന് പറയുന്ന കുചേലവൃത്തത്തിന്റെ വരികളാണ്. ആ വരികൾ കഥകളിയുടെ പദമാണ്. ആ കഥകളി പദം ഗൗരി ലക്ഷ്മി അത് പാടിയിട്ടുള്ളത് ഒരു ശാസ്ത്രീയ സംഗീതത്തിന്റെ മാതൃകയാണ്. അപ്പോൾ ഈ ശാസ്ത്രീയ സംഗീതം പാടുമ്പോഴും കഥകളി സംഗീതം പാടുമ്പോഴുള്ള വ്യത്യാസത്തെക്കുറിച്ച് പഠിക്കാനാണ്. അത് MA മ്യൂസിക്കിൽ പോലെ BA മ്യൂസിക്കിലെ കുട്ടികൾക്ക് പോലും പഠിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ട ഒരു ഭാഗമാണ് BA മലയാളത്തിലെ 1ാം വർഷ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വേടന്റെ പാട്ടും അതോടൊപ്പം മൈക്കിൾ ജാക്സന്റെ പാട്ടും രണ്ടും റോപ്പ് മ്യൂസിക്കുകളാണ്, പോപ്പ് മ്യൂസിക്കുകളാണ്, റാപ്പുകളാണ്. ഈ റാപ്പുകൾ തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെയും സംഗീതങ്ങൾ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഒരിക്കലും സാഹിത്യമല്ല. കവിക്കും ഗായകനുമായ ശ്രീ മുരുകൻ കാട്ടാക്കട ടെലിഫോണിലുണ്ട്. ശ്രീ മുരുകൻ കാട്ടാക്കട, ഇപ്പോ സമയം കവിക്കാർ സൂചിപ്പിച്ചതുപോലെ വേടൻ ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തുനിന്നുള്ള ആവശ്യങ്ങൾ വന്നിട്ടോ അല്ല, ഒരു സ്വയം തീരുമാനം എന്നുള്ള നിലക്ക് വേടൻ സമകാലിക സാമൂഹ്യ മേഖലകളിൽ വലിയ സ്വീകാര്യതയുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ വളരെ ജനപ്രീതി ആർജിച്ച ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഭാഗം ഒരു പാഠഭാഗമാക്കി മാറ്റാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്വന്തം നിലക്ക് തീരുമാനിച്ചതാണ്. അപ്പോൾ ഒരു സിൻഡിക്കേറ്റ് അംഗം ഒരു പരാതി നൽകുന്നു, ഒറ്റ സിൻഡിക്കേറ്റ് അംഗത്തിന്റെ ഏക പരാതി. അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ആ ഒരു അന്വേഷണം വേണ്ട എന്ന് വേണമെങ്കിൽ വെക്കാമായിരുന്നു. പക്ഷേ ഒരു അന്വേഷണ സമിതിയെ നിയോഗിക്കുന്നു. ആ അന്വേഷണ സമിതി പറയുന്നു അതിന് കാവ്യാത്മകതയില്ല. അവിടെയാണ് ശ്രീ സണ്ണിയം കവിക്കാട് പറയുന്നത് ഇത് അപമാനിക്കലും ജാതീയ അധിക്ഷേപമാണ്. അങ്ങനെയാണ് കാണുന്നത്. സത്യത്തില് ഈ കാവ്യഭംഗി എന്നൊക്കെ പറയുന്ന സാധനം ഇന്നതായിരിക്കണം എന്ന് പറയുവാൻ ആർക്കാണ് അധികാരം? ഒരു കവിത ഇങ്ങനെ തന്നെ ആയിരിക്കണം, അതിന് വളയം വയ്ക്കുവാൻ, അതിന് ഫ്രെയിം ഇടുവാൻ കപ്പാസിറ്റി ഉള്ള ആരാണ് ഇപ്പൊ കേരളത്തിലുള്ളത്, മലയാളത്തിലുള്ളത്? ഈ അക്കാദമിക് ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർക്ക് അവരുടെ മനസ്സിനകത്ത് കിടക്കുന്ന വരേണ്യബോധം അത് എല്ലാ അർത്ഥത്തിലുമുണ്ട്. അത് നിറത്തിനോടുള്ള ബോധമുണ്ട്. അത് പിന്നെ തങ്ങൾ വിചാരിക്കുന്ന ഫ്രെയിമുകളെ കുറിച്ചുള്ള വരേണ്യതയുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ഈ വേടന കവിത എന്ന് തന്നെ പറയാം. തനിക്ക് കിട്ടിയ റാപ്പ് എന്ന് പറയുന്ന മീഡിയത്തെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ, സമാധാനത്തിനും യുദ്ധവിരുദ്ധവും പ്രതിലോമകരവും സാമ്രാജ്യത്വ വിരുദ്ധവുമായ കാര്യങ്ങളെ അടയാളപ്പെടുത്താനും പുതിയ തലമുറയിൽ അത്തരം ചിന്തകളെ കൊണ്ടുവരാനും തന്റെ മാധ്യമത്തെ പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്ന അതിഗംഭീരമായ ദൗത്യം ഏറ്റെടുത്ത ഒരു കലാകാരനാണ് വേടൻ. അയാള് ആ വരികൾ നിങ്ങൾ വായിച്ചു നോക്കി അറിയാം. അതിൽ ഇന്ത്യയെ അനുഭവിക്കുന്ന, ഇന്ത്യയിലെ സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന, പാലസ്തീനിലെ മക്കൾ അനുഭവിക്കുന്ന, ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന, സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും വളരെ ഗംഭീരമായി അടയാളപ്പെടുത്തിയ ഒരു കവിത തന്നെയാണ് ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വേടന്റെ ആ റാപ്പ് പാട്ട്. അപ്പൊ തീർച്ചയായും ഇത് അതിനെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം നടന്നത് വളരെ ഗംഭീരമായ തീരുമാനമായിരുന്നു, ഒരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു. കാരണം ഈ നമ്മൾ മുന്നോട്ടാണ് നോക്കേണ്ടത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന തലമുറയിലെ കുട്ടികളുടെ കഴിവുകളെ തിരിച്ചറിയണം, അവരും അംഗീകരിക്കാൻ തയ്യാറാവണം. ഈ അംഗീകരിക്കാനുള്ള തയ്യാറില്ലായ്മ തങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ കിടക്കുന്ന ഈ പല അംശത്തിലുള്ള തവർണ്ണബോധം, ഈ തവർണ്ണബോധം എന്നത് പല രീതികളിലാണ് കൈകാര്യം ഈ ഫ്യൂഡലിസ്റ്റിക് ബോധം എന്നത് പല രീതിയിലാണ് ഓരോ മനുഷ്യരും ഉള്ളിൽ വ്യവഹരിച്ച് വെച്ചിരിക്കുന്നത്. കിട്ടുന്ന അവസരത്തിൽ അവർ പ്രയോഗിക്കും. അതുകൊണ്ട് ഏറ്റവും സംസ്കാരരഹിതമായ പ്രവർത്തനങ്ങളുടെ പട്ടികയിൽ പെടുത്തേണ്ട ഒരു കാര്യമാണ് ഈ വേടന്റെ ഈ പാട്ട് അഥവാ ഈ കവിത പുതിയ തലമുറയിൽ ചില രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പലരും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കുറച്ചു മുമ്പ് സംസാരിച്ച അയാളുടെ രാഷ്ട്രീയം നമുക്കറിയാം. ഇന്നത്തെ കാലത്ത് വേടന്റെ പാട്ട് അവരെടുത്ത് മാറ്റിയാലും എന്ത്, സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ വേടന്റെ പാട്ട് കേൾക്കാം. വേടനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ഇവരുടെ ഒന്നും ഈ പറയുന്ന പാഠ്യപുസ്തകത്തിലോട്ട് കൊണ്ട് വെച്ചില്ലേലും വേടൻ എന്തിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് വേടൻ ഗുഡ് സിംഗറാണ്. യേശുദാസ് നല്ല സിംഗറാണ്, അതുപോലെ തന്നെ നല്ലൊരു സിംഗറാണ്. അദ്ദേഹം പാടുന്ന പാട്ടുകൾ കേൾക്കാറുണ്ട്, ആ വരികൾ എനിക്കിഷ്ടമാണ്. വേടനെയൊക്കെ എത്രയൊക്കെ അടിച്ചമർത്തിയാലും താഴ്ത്തി വെച്ചാലും ഒളിച്ചു വെച്ചാലും പ്രൊജക്റ്റ് ചെയ്ത് മുമ്പോട്ട് വരും. 5 വയസ്സുള്ള കൊച്ച് MAക്ക് പഠിച്ചിട്ടാണോ ഇത് പാടിക്കൊണ്ട് നടക്കുന്നത്? വരികൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും അവരുടെ നാവിൻ തുമ്പത്ത് ഈ സാധനം ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. ഇവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ജനം കുത്തിക്കൊടുക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രം ഭരിക്കാനുള്ള അവകാശം. അത് എക്കാലവും
ഒരാളുടെ കൈക്കൊമ്പിളിൽ ഇരിക്കുന്ന ഒരു സാധനമല്ല. അത് ഷഫിൾ ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. ഇന്നൊരാളുടെ കയ്യിലാണെങ്കിൽ നാളെ മറ്റൊരാളുടെ കയ്യിലായിരിക്കും. ജനം തരുന്നത് ജനത്തെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടിയല്ല, സ്വസ്ഥതയും സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ പലപ്പോഴും ജനം ഇത് ഇട്ട് കൊടുക്കുമ്പം അവർക്ക് നേരെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. ജനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ജനതയുടെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാന. വേടനെ എത്രയൊക്കെ ചവിട്ടിയാലും വേടൻ വീണ്ടും വീണ്ടും വേടൻ വളരാനുള്ളത് വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയെ ഭാരി വെട്ടാനാണെന്നുണ്ടെങ്കിൽ വെട്ടിയാലും അവിടുന്ന് വേറെ ബ്രാഞ്ച് കിളുത്ത് അത് വീണ്ടും വളർന്ന് പന്തലിക്കും. കോമഡിയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയൊക്കെ കാര്യങ്ങൾ. മാർക്സിസ്റ്റ് പാർട്ടി വേടനെ സപ്പോർട്ട് ചെയ്യും, കോൺഗ്രസ് ഇങ്ങനെ നിൽക്കും. സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ? BJP RSS നിലപാടുകളെ വെട്ടി മാറ്റണം, നമ്മുടെ നാടിന് നാശമാണ്. ടീച്ചറൊന്നും അവകാശപ്പെടുന്ന ഒരു BJP പ്രവർത്തകരുണ്ട്, RSSകാരി. പക്ഷെ അവർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സീറ്റിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.